ചെറിയ കുറേ മൊമെന്റ്സ് ഉണ്ട് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല. ഒത്തിരി എഫേർട്ടാണ് ഇതിന് പുറകിലുണ്ട്. പിന്നെ ഇപ്പോൾ തരുന്ന സുഹൃത്തേട്ടൻ ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രൊഡക്റ്റിന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മുടെ ആ സ്വപ്നത്തിൻ്റെ ഒപ്പം ആ സ്വപ്നം കുറച്ചുകൂടെ വലുതാക്കാൻ നമ്മളെ സഹായിച്ച ഒരു താങ്ക്സ് പറയണം. പിന്നെ ക്രിസ് എൻ്റെ ചീഫ് അസോസിയേറ്റ് ആണ്. എൻ്റെ ഡയറക്ഷൻ ടീമിനെ മൊത്തം റെപ്രസെൻ്റ് ചെയ്തിട്ട് വന്നതാണ്. കാരണം ഏതൊരു ഡയറക്ടറും കാണുന്ന വിഷൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും അതിൻ്റെ ചീഫാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സിനിമയുടെ മുമ്പിൽ കാണാറില്ല, പുറകിലേ കാണാറുള്ളൂ. ബട്ട് ഞാൻ അതിൽ ഭയങ്കര പ്രൈഡാണ്. ഞാൻ അവരിലൊരാളെയും നിങ്ങൾ ചെയ്യണം. ഇതൊക്കെയാണ് പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയാം. ഇവിടെ ബാക്കി ജോബി എന്ന ചിത്രത്തിലാണ് ആദ്യം മലയാളികൾക്ക് മുന്നിലേക്ക് രാജ് സാർ എത്തുന്നത്. അതിനുശേഷം മലയാളം പഠിച്ച് മലയാളിയോടൊപ്പം നമ്മുടെ കേരളക്കരയിൽ തന്നെ എപ്പോഴും ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട രാജ് സാർ നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം. ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റാണ്. കുറച്ചും കൂടി ടൈം എടുത്തു. സോ ഇതിൽ എൻ്റെ ക്യാരക്ടറുടെ പേരാണ് മാത്യു റോസി. ഞാനൊരു ഡോക്ടറാണ്. ഒരു സിമ്പിൾ സർവൈവൽ ത്രില്ലർ. പക്ഷെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ക്യാൻ ബി എ വെരി ഗുഡ് വാച്ച് ഓൺ സ്ക്രീൻ. സോ ഗിവ് us a ചാൻസ്. പിന്നെ എൻ്റെ ക്യാരക്ടർ അവനൊരു ജനറസ് പിന്നെ കൈൻഡ് മനുഷ്യനാണ്. അവൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. അവൻ്റെ ഉള്ളിൽ ഒരു വേറെ ഒരു ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. ഒരു ഗ്രേ ഹ്യൂമൻ ഉണ്ട് പോലത്തെ ഗ്രേ ഹ്യൂമനാണ്. സോ ഐ തിങ്ക് വി ഹാവ് ഡൺ അവർ ബെസ്റ്റ് ദാറ്റ് വി കെൻ ഡു. സോ നൗ ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ടുഡേ വി ഹാവ് ട്രെയിലർ റിലീസ് ഓൾസോ. സോ ഡു സപ്പോർട്ട് us and thank you. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഭയങ്കര എക്സൈറ്റ്മെന്റും എന്താ പറയാ, നമുക്കൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, ഒരു സന്തോഷമുള്ള ഒരു ടെൻഷനുള്ള ഒരു സിനിമയാണ് സത്യം പറഞ്ഞാൽ രുചിരം എന്ന് പറയുന്നത്. ബിക്കോസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇത്രയും നാൾ ചെയ്ത ഞാൻ കുറേ ത്രില്ലേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ജിഷുവിനൊക്കെ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതും നമുക്കൊക്കെ അതിൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ടുള്ളത്. ഞാനിതിൽ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം തരുന്നൊരു റിലീസാണ് രുദ്രത്തിൻ്റെ. ഇന്ന് ട്രെയിലറും കൂടെ റിലീസാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ സിനിമയിലേക്ക് ഇത്രയും കൂടെ ഒരു സ്നീക്ക് പീക്ക് കിട്ടും. അതിൻ്റെ ഒരു എൻറ്റയർ മൂഡ് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി സപ്പോർട്ട് ചെയ്യാം. ഇത്രയും ഈ എല്ലാ ഓരോന്ന് റിലീസാകുമ്പോഴും തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. 13th സിനിമ റിലീസാവുകയാണ്. അപ്പോൾ ഫിംഗേഴ്സ് ക്രോസ്ഡ്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി ആദ്യമേ തന്നെ തീരുമാനിച്ച ഈ സിനിമയോടൊപ്പം ആദ്യം മുതൽ തന്നെ നിന്ന നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മാതാവ് റൈസിംഗ് സൺ സ്റ്റുഡിയോസിന്റെ ബാനറിൽ VS ലാലൻ സാറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ലാലൻ സാർ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹോട്ടൽ ബിസിനസ്സാണില്ല. എൻ്റെ പാർട്ട്നേഴ്സ് ഫിലിം ഫീൽഡാണ്. അപ്പോൾ പല പ്രാവശ്യമായിട്ട് കഥകൾ കേട്ടുണ്ടാകുമ്പോഴായിരുന്നു എല്ലാം പുതിയൊരു കഥ ആദ്യമായിട്ട് ജിഷോ സംസാരിക്കും. ആ കഥ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രയത്നം ഞാൻ അതിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് എല്ലാവരും കാണുക. നമ്മുടെ സിനിമയുടെ മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ കേരളത്തിലേക്ക് വിതരണത്തിനെത്തിക്കുകയും മികച്ച സിനിമകളുടെ നിർമ്മാണം നിർവഹിക്കുകയും ചെയ്ത ശ്രീ ഗോകുലം ഗോപരൻ സാറാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഈ സിനിമ വിതരണം ചെയ്യുന്നത് ഗോകുലം മൂവീസ് ത്രൂ ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. നമ്മുടെ ഡ്രീം ബിഗ് ഫിലിംസിന്റെ ഉടമ സുജിത് നായർ സാർ രണ്ടു സംസാരിക്കുന്നു. നമസ്കാരം. എൻ്റെ ഒരു 2 മാസം മുന്നെയാണ് എനിക്ക് ജിഷുവിൻ്റെ ഓഫീസിൽ കയറി വന്നിട്ട് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ഒരു ടീസർ എന്നെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ സംസാരിക്കാനാണ്. അപ്പം ടീസറിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായി. അപ്പം അദ്ദേഹം പറഞ്ഞു ചിത്ര പടം ഫുള്ള് കണ്ടിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷനായി സംസാരിക്കാം. അപ്പം പടം കാണാൻ വരാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സാധാരണഗതിയിൽ എല്ലാവരും പടം കാണിക്കാൻ എല്ലാവരും ഒരു ആൻസിപ്പേഷൻ ഉണ്ടാവും. പുള്ളി പറഞ്ഞു പടം കണ്ടിട്ട് ഡിസ്ട്രിബ്യൂഷനായിട്ട് സംസാരിക്കാൻ രണ്ടാമത്, പക്ഷേ ഫീഡ്ബാക്ക് അറിയാനൂടെയാണ്.
അപ്പോൾ അങ്ങനെ പടം കണ്ട് കഴിഞ്ഞപ്പോൾ ആക്ച്വലി സർപ്രൈസ് വെരി മച്ച് എക്സൈറ്റഡ് ഓൾസോ. കാരണം ഒന്ന് നല്ലൊരു കണ്ടന്റ്, ഒരു നവാഗതൻ എന്നുള്ള ഒരു പരിഭ്രമവും അതിനകത്ത് ഒരു ഫ്രെയിമിലോ ഒന്നും കാണിക്കാതെ വളരെ കൈയെടുക്കത്തോടെ ആ ഒരു നല്ലൊരു സബ്ജക്റ്റിനെ വളരെ ഭംഗിയായിട്ട് അതിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ അതിനത് പറയുകയും ചെയ്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ലാൽ സാറിനെ കണ്ടു. ലാൽ സാറിനോട് ഞാൻ പറഞ്ഞത് തന്നെയാണ്, അദ്ദേഹം കാണിച്ച ഒരു ധൈര്യം. പുതിയൊരു ഡയറക്ടർക്ക് അദ്ദേഹം ഡയറക്ടർ വിശ്വസിച്ചു എന്നുള്ളതിനാണ് ലാൽ സാറിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. എസ്പെഷ്യലി ഇതേപോലത്തെ ന്യൂ കൺസെപ്റ്റ് സബ്ജക്ട്സുമായിട്ട് വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പ്രൊഡക്ഷൻ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. പിന്നെ സാറിൻ്റെ ഒരു വിഷൻ കൂടിയാണത്. അപ്പോൾ അത് കണ്ട് അദ്ദേഹം വളരെ ഹാപ്പിയായി. അങ്ങനെയാണ് ഈ ചിത്രത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലോട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നീട് നമ്മൾ ഗോകുലം മൂവീസുമായിട്ട് സംസാരിച്ചു. ഗോപാലൻ സാറ് ഈ ചിത്രം കാണും. ഗോപാലൻ സാർ കണ്ടപ്പോൾ സാറും പറയുന്നത് സാറും ഈ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാകണമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് അത് പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഗോകുലം മൂവീസ്. അപ്പോൾ അത് എനിക്ക് വളരെ ഒരു ഇതായിട്ട് തോന്നി. കാരണം ഒരു ചെറിയ ചിത്രം നമ്മുടെ രീതിയിലാണെങ്കിൽ പറഞ്ഞെങ്കിലും ആ ചിത്രത്തിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം എനിക്ക് 100% ഷുവറാണ്. അത് നിങ്ങൾ ചിത്രം നമ്മൾ പറയുന്ന അവകാശവാദങ്ങളല്ല, ഞാൻ ചിത്രം ചെയ്തെത്തുമ്പോഴേക്കും മേക്കിംഗ് ക്വാളിറ്റിയും അതിൻ്റെ VFX ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ VFX ഉണ്ടെന്ന് ആളുകൾ തോന്നരുത്, എന്നാലേ VFX വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് ഏതൊക്കെയാണ് അതിൻ്റെ VFX പോർഷൻ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് പറഞ്ഞത്. പക്ഷെ ചിത്രം എന്തുകൊണ്ടായാലും നല്ലൊരു ഔട്ട്പുട്ട് ഇതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒരു എക്സാമ്പിളാണ് ഈ ചിത്രം. നമ്മളിത് ഒരേ സമയം 4 ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉണ്ട്. അപ്പോൾ ഇത് രാജേഷ് ഷെട്ടി സാറൊക്കെ ഉള്ളതുകൊണ്ട് കന്നഡയിൽ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ റിലീസ് ചെയ്യുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു അസോസിയേറ്റ് ആരുമായിട്ട് ഡിസ്ട്രിബ്യൂഷനുമായി സംസാരിച്ചപ്പോൾ നമ്മൾ ബോംബാലയായിട്ട് സംസാരിക്കുന്നു. ബോംബാല തന്നെ കണ്ടന്റ് കണ്ട ഉടനെ തന്നെ പടം ഫുള്ള് കാണണ്ട, അതേപോലത്തെ പ്രൊഡക്ഷൻ ഹൗസ് പറഞ്ഞു നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അത് വളരെ ഒരു ഭാഗ്യമാണ്. ബോംബാല പോലത്തെ കമ്പനി അതായത് ഓവർസീസ് ഫാസ്റ്റ് ചെയ്തത്. ഇപ്പം വേൾഡ് വൈഡ് ഓൾമോസ്റ്റ് 16 രാജ്യങ്ങളിൽ ഈ 11-ാം തീയതി ചിത്രം റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഡു സപ്പോർട്ടേഴ്സ്, നിങ്ങൾ മീഡിയ ഫ്രണ്ട്സിനോട് പറയുന്നത് ആസ് ഓൾവേസ് യു ഡു നമ്മുടെ ഈ ചിത്രത്തിനെ കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ട്രെയിലർ വരുന്നുണ്ട്. ട്രെയിലർ വന്നതിന് ശേഷം അതിനുശേഷം തിയേറ്ററിൽ പടം എത്തിയതിന് ശേഷവും കൂടെ ഉണ്ടാവണം. ഡു പ്ലീസ് സപ്പോർട്ടേഴ്സ്. ആൻഡ് എസ്പെഷ്യലി ഐ ഹാവ് ടു മെൻഷൻ Rajesh Shetty sir and Avarna Balamurali for their wonderful performance in the movie. Definitely is going to be discussed after the release, I am sure. And thank you all. Thank you, sir. ഇതിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ക്രിസ് തോമസ് മാവേലി അദ്ദേഹം 2 വാക്ക് സംസാരിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സിനിമയുടെ വിഷൻ ആദ്യമായിട്ട് ജിഷോഭായി പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൽ എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു. ലൈക്ക് അതിൻ്റെ കളർ പാലറ്റും അതിൻ്റെ ലൈക്ക് എങ്ങനെ ഇത് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ടോട്ടൽ വിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സോ അവിടെ മുതലാണ് സിനിമയുടെ ജേർണി തുടങ്ങുന്നത്. സോ അവിടെ നിന്ന് മുതൽ പ്രൊഡ്യൂസറായ VS ലാലൻ സാറും കൂടെ ചേർന്ന് അതിനെ ഫ്യൂൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്രിയേറ്റീവ് ഒരു ആസ്പെക്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഫ്യൂൽ ചെയ്യുകയാണ് ചെയ്തത്. സോ അത് പ്രേക്ഷകരിലേക്ക് സിനിമ എത്തുന്നതിൻ്റെ ആകാംക്ഷയിലൊക്കെയാണ് എല്ലാവരും. സോ വി ആർ ഓൾ വെയിറ്റിംഗ്. താങ്ക് യു. ഡയറക്ടർ ഓഫ് VFX ASR. ഡെബ്യൂ ഫിലിം മേക്കറാണ്. അപ്പം എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം എന്നെ ഒരു രീതിയിലും മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് 4 മ്യൂസിക്സ് ആണ്. 4 മ്യൂസിക്സിന്റെ കഥയൊക്കെ നേരത്തെ ട്രെൻഡിങ് ആയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ശക്തമായ സിനിമകളിലൂടെ അവരുടെ തിരിച്ചുവരവാണ് വരുന്നത്. എനിക്ക് ലാലേട്ടൻ്റെ ബെറോസും അങ്ങനെ 9 പടങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വിഗ്രഹമുണ്ട്. നമ്മുടെ 4 മ്യൂസിക്സിന്റെ റെപ്രസെന്റേറ്റിംഗ് ഇന്ന് എലിദോസ് ഏലിയാസ് 2 വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഞാൻ 4 പേരുണ്ട്, പക്ഷേ മറ്റു വർക്കുകൾ തിരക്കിലായതുകൊണ്ട് ഇപ്പം ഞാൻ മാത്രം പ്രസന്റ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡയറക്ടർ ജിഷോയ്ക്കും അതുപോലെ ലാലു സാറിനും ഞാൻ ബിഗ് ഒരു നന്ദി പറയുകയാണ്. നമ്മളെ വിശ്വസിച്ച് അങ്ങനെ ഒരു പടം ഏൽപ്പിച്ചത്. കാരണം ഒരു ആക്ച്വലി നല്ലൊരു ചലഞ്ചിങ് പ്രൊജക്റ്റാണ് ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഇതിൻ്റെ ഒരു വിഷ്വൽ ആദ്യം കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര വണ്ടടിച്ചു പോയി. ശരിക്കും ഒരു മലയാളം പാറ്റേണിലല്ല, ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ കൈൻഡ് ഓഫ് ഒരു പരിപാടിയിലാണ്, അങ്ങനത്തെ ഒരു കൾച്ചറിലാണ്. മൊത്തത്തിലൊരു അതിൻ്റെ വിഷ്വൽ പാറ്റേൺ ആണെങ്കിലും ഒരു ലൊക്കേഷൻ്റെ ഇതാണെങ്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാജസാറായാലും അപർണയായാലും അത് കിടിലായിട്ട് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് 2 പേരും ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഒരു നല്ലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കായിരുന്നു.
അതുപോലെ തന്നെ ജിഷോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്, എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ രാവിലെ ജിഷോ ആണ് വിളിച്ച് ഏൽപ്പിക്കുന്നത് ഓരോ വർക്കിന്റെ കാര്യം പറഞ്ഞിട്ട്, അതുപോലെ തന്നെ കറക്ഷൻസ്, അങ്ങനെ നമ്മൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്താണ് നമ്മൾ മികച്ചൊരു ഞങ്ങൾ സോഫാർ ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു വർക്ക് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇതിന്റെ വിഷ്വൽ സൈഡ് ആണെങ്കിലും അതുപോലെ എഡിറ്റിംഗ്, അത് എല്ലാം നല്ല മികച്ചു നിൽക്കുന്ന വർക്കായിരിക്കും. നിങ്ങൾ എല്ലാവരും ട്രെയിലർ വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഒരു പക്ക നോർമൽ ഇതല്ല, കുറച്ചുകൂടി നമ്മളൊരു ചെറുതായിട്ടൊരു ഓർക്കസ്ട്രൽ അങ്ങനത്തെ ഒരു കൾച്ചർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക. താങ്ക് യു. കുറെ ഈ പറഞ്ഞ ഈസ്റ്റ് യൂറോപ്യൻ ത്രില്ലേഴ്സ് ഉണ്ട്, സ്കിന്നായാലും പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഇന്റർനാഷണൽ പാനിക് റൂം, ഗെയിം ഗിഫ്റ്റ്, ഇതിനൊക്കെ ഈ പറഞ്ഞ കൺഫൈൻഡ് സ്പേസിൽ നടക്കുന്ന ടോർച്ചറും സൈക്കോതരവും അതൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഒരു കൈൻഡ് ഓഫ് മലയാളം വേർഷൻ ആണോ ഒരു ഇതിലും? ഒരിക്കലും ഇതിലും നിങ്ങൾ കാണുന്ന ചിലപ്പോൾ ടീച്ചറിൽ കണ്ട ചില കൾച്ചറിനെ വെച്ചിട്ടായിരുന്നു പറയുന്നത്. ഇത് ഹ്യൂമൻ ഇമോഷൻസിന്റെ ട്രാവൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. അതിൻ്റെ അകത്ത് ഈ പറയുന്ന എന്താ പറയുക, ഗ്രീഡി, ഗിൽറ്റ്, വയലൻസ്, ഇതൊക്കെ മിക്സഡ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്. അതിൽ എന്തൊക്കെ വരും അതൊക്കെ വിധത്തിൽ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഇന്നൊരു മോഡൽ അല്ലെങ്കിൽ ഇന്നൊരു സിനിമ അല്ലെങ്കിൽ ഇന്നൊരു നമ്മുടെ മുമ്പിൽ കണ്ട ഒരു മാതൃകയെ നമ്മൾ ഡയറക്റ്റ് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമുക്ക് പുതിയ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മളിത് പറയാത്തൊരു സ്പേസിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പല സിനിമകളും വായിച്ച പുസ്തകങ്ങളും ഇവിടെ ഒന്നും പുതിയതായിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ, നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ഒന്നും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള സിനിമകളൊക്കെ പറയും. Rajvi, right from Garudagamana, you were part of some violent scenes. You were present as a character. Garudagamana എടുത്ത് നോക്കിയാലും രൂപാന്തരം എടുത്ത് നോക്കിയാലും ടർബോ എടുത്ത് നോക്കിയാലും ഇതിലും നമ്മുടെ ടീച്ചറിലൊക്കെ വയലന്റ് സീൻസ്, എസ്പെഷ്യലി പല്ലിയിലൊക്കെ ബ്ലഡ് ഉള്ള സീൻസ്. സോ ഡസ് ഇറ്റ് ഫീൽ റിപ്പീറ്റേറ്റീവ്? ആക്ച്വലി ഞാൻ സ്വാധീനത്തിന് വളരെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ വാഴ കണ്ട ചെയ്താൽ മാത്രമേ കാണൂ. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദ തിങ്. ആഫ്റ്റർ ഗരുഡഗമന ചില ക്യാരക്ടറുകൾ അങ്ങനെ കിട്ടി, അങ്ങനെ ചെയ്തിട്ടുണ്ട്. നോർമലി ഏത് പടങ്ങൾ ആക്ച്വലി സക്സസ്ഫുൾ ആവും അതിൻ്റെ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി ഡിസ്കസ് ആവും. I think maybe if Swati Muthina Madam was commercially that successful, that character would have been discussed. അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇതിന് നെക്സ്റ്റ് എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഞാൻ ഒരു കോമഡി ഫിലിമിൽ ഒരു ക്യാമിയോ റോൾ ചെയ്യും. കോമഡി എനിക്ക് ഫസ്റ്റ് ഫിലിം കോമഡി തന്നെ ഞാൻ ചെയ്തത്. I enjoy everything. So I was very comedy was very monotonous for me for certain amount of time. Right now I feel like the intense character is becoming a little monotonous. Let me try. Let me see in future. ഈ ഗ്രേ ഷെയ്ഡ്സ് അല്ലേ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ, ഇത് അതിന് ഇൻപുട്സ് രാജ്ബിയുടെ ഭാഗത്തുണ്ടാവോ? എനിക്ക് പ്യുവർ വൈറ്റോ പ്യുവർ ബ്ലാക്കോ വേണ്ട, ഇത് കുറച്ച് ഗ്രേയും കൂടി. ഐ മീൻ എനിക്ക് തോന്നുന്നു ടർബോ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ക്യാരക്ടർ അങ്ങനെ ആയെന്നുള്ള ഒരു പ്രീ കവർ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തതായിട്ട് എനിക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രേ ആക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റും അല്ല ബ്ലാക്കും അല്ല, നല്ലതല്ല ചീത്തയല്ല, രണ്ട് മിക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പലപ്പോഴും രാജ്ബിയുടെ ഭാഗത്താണ് ഉണ്ടാവുക. ഇല്ല, നോർമലി സ്ക്രിപ്റ്റ് വരുമ്പോൾ അങ്ങനത്തെ സ്ക്രിപ്റ്റ് വരും. ഇപ്പോൾ ഗരുഡഗമന പടം കണ്ടിട്ട് അവർക്ക് എൻ്റെ റൈറ്റിംഗ് സെൻസിബിലിറ്റി അറിയില്ലേ, അങ്ങനത്തെ ടെക്നീഷ്യൻസ് ഞാൻ അട്രാക്ട് ചെയ്യും ഫോർച്യുനേറ്റ്ലി. അപ്പോൾ ഇവർ വരുമ്പോഴും ഞാൻ കറക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, അവരെ അങ്ങനത്തെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ്സ് ദ റീസൺ ഐ ഗോട്ട് അട്രാക്റ്റഡ്. അപ്പോൾ എനിക്കും ഓക്കെ, ഐ റിയലി റിലേറ്റ് വിത്ത് ദ ക്യാരക്ടർ ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് നെഗറ്റീവ്, നോട്ട് പോസിറ്റീവ്. ഹി ഹാസ് ഗുഡ് സൈഡ്, ഹി ഹാസ് darker side, just like me. So I think that's the reason. ഞാൻ അങ്ങനെ correction ചെയ്യില്ല. Normally if somebody creates a very positive character or very negative character, I tell that like maybe it is not for me because it is not looking real for me. ഈ മാത്യുവിലൊക്കെ ഫസ്റ്റ് ടൈം ട്രിംഡ് ബിയർഡ്, സഫിസ്റ്റിക്കേറ്റഡ് ക്ലോത്ത്സ്, അങ്ങനെ ഒരു കുറച്ച് ഞാനോട് ചോദിച്ചു അത് ലുക്ക് എനിക്ക് ഓക്കെയാ. But he was very convinced. ഇങ്ങനെ നമുക്ക് ചെയ്താൽ നന്നായിട്ട് ലുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എന്താ വരുന്നു ചെയ്യാം. I mean, whatever you want for the film you can do. But ഞാൻ അങ്ങനത്തെ ആളല്ലേ, ട്രിംഡ് ബിയർഡ് പിന്നെ അങ്ങനെ അത് ക്യാരി ചെയ്യാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഡയറക്ടറിനെ ഡിസൈഡ് ചെയ്ത് ഓക്കെ
ഈ ക്യാരക്ടർക്ക് ഇത് വേണം. സോ വാട്ട് എവർ ദ ക്യാരക്ടർ നീഡ്സ് ഐ ഡിഡ്. ഇൻ ദ ഫസ്റ്റ് ഫിലിം ഐ ഹാഡ് ഡൺ ഇറ്റ്, ബട്ട് ഇറ്റ്സ് എ കോമഡി. എനിക്കിങ്ങനെ ഓക്കെ അവൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാണുമ്പോൾ ഓക്കെ ഈ ലുക്ക് ഫിറ്റ് ആവാം. സോ ബട്ട് ഡയറക്ടർ വാസ് വെരി കൺവിൻസ്ഡ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്. വാട്ട് എവർ ദ ഫിലിം വാണ്ട്സ് വി നീഡ് ടു ഡു ഇറ്റ്. ആൻഡ് നൗ വെൻ ഐ ലുക്ക് അറ്റ് ദ റിസൾട്ട് ഐ എം ഹാപ്പി അബൌട്ട്. Does clothes help you for getting into the skin of it? Definitely. അതെന്താ വെച്ചാൽ നമുക്ക് അവന്റെ ഇപ്പൊ അവൻ ഷൂ ഇല്ലെങ്കിൽ ചപ്പൽ ഇല്ലെങ്കിൽ അവന്റെ അറ്റയർസ് നോർമലി ആഡ്സ് ടു ദ പേഴ്സണാലിറ്റി, സൊഫിസ്റ്റിക്കേഷൻ, മൂവ്മെന്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ക്യാരക്ടർ. അപ്പൊ കുറച്ച് ടൈം വേണം നമുക്ക് ആ കോസ്റ്റ്യൂമിൽ. നമുക്ക് കുറച്ച് ടൈം നടന്നാൽ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അവരുടെ ക്യാരക്ടറുടെ സൈക്കോളജി, വാക്കിംഗ് സ്റ്റൈൽ എല്ലാം മനസ്സിലാവും. Definitely costume and properties are very important part of the character. First debut movie in Malayalam. അപ്പം ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഇത് ഏറ്റെടുത്തപ്പോഴും ലൈക്ക് യു മസ്റ്റ് ഹാവ് ഫെൽറ്റ് എ പ്രഷർ, ലൈക്ക് പുതിയൊരു ഇൻഡസ്ട്രിയിലോട്ട് പുതിയൊരു ലാംഗ്വേജ് ആ സമയത്ത്. സോ ലൈക്ക് ആ പ്രഷർ ഉണ്ടായിരുന്നു. ലൈക്ക് ഹൗ ഡിഡ് യു ഡീൽ വിത്ത് ഇറ്റ്? ലൈക്ക് I didn't feel the pressure, but I was like, okay, are they casting me? Okay, fine. I got inspired from Malayalam cinemas a lot. And the favorite industry in a role kitty. Okay, that was very overwhelming. I was very happy about it. But I need to give the very best. One pressure പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിന്റെ പ്രഷർ ഉണ്ടായി. എന്താ വെച്ചാൽ എനിക്ക് കന്നഡത്തിന്റെ ഫ്ലുവൻസി ഇവിടെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലാംഗ്വേജ് പഠിച്ചു. So not only dialogues, I was speaking with all the technicians in as much Malayalam as possible. Because unfortunately the character had a side which needed Malayalam like me. So that was very beneficial. So the moment that happened, the pressure was about the language rather than the industry. See, when we act with the character, we don't think how will this industry accept. It's a film, it's a character. The character preparation has a little more pressure. Language, body language, for her stunts or like for me stunts. Those kind of pressure rather than how would the people assume. We don't know. Like we did something which we like, people accepted, and that's the reason we are here. I don't think I take that much pressure about that. Chetan Master ആണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള സ്റ്റണ്ട് കൊറിയോഗ്രാഫി. മാസ്റ്ററായിട്ട് നേരത്തെ ധൂമത്തിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ വിളിച്ചിട്ട് ഇതിലേക്ക് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. അത് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കുക. ബിക്കോസ് ഞാൻ വളരെ പുതിയതാണ് ഈ ഒരു കാര്യത്തിലേക്ക്. ഞാൻ മുമ്പത്തെ ഒരു പടത്തിലും സ്റ്റണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആ ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ സെറ്റിൽ ഇപ്പോൾ രാജ് സാർ ആണെങ്കിലും ഞാനാണെങ്കിലും ചേതൻ മാസ്റ്റർ ആണെങ്കിലും ജിഷോ ചേട്ടൻ എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് നമ്മളൊരു സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്യുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. അവരുടെ അസിസ്റ്റൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് തോന്നിയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ചെയ്തു വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് സിനിമ വരുമ്പോൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യണമെന്ന് ആഗ്രഹമാണ്, എനിക്കിഷ്ടമാണ്. ഞാനിപ്പോൾ ആക്ഷൻ മൂവീസും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നോർമൽ ബോഡി ടൈപ്പാണ് സാധാരണ ഒരു ലേഡി. അപ്പം ആ ഫിസിക്കും വെച്ചിട്ട് അത് മാത്രം കോംപ്ലിക്കേറ്റഡ്. This was never an action movie, first of all. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബി ട്രിം ആൻഡ് എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കര ഇതങ്ങനെ അല്ല. അതൊരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്റ്റണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ we were not very bothered about how I looked in the film. Because if that was concentrated, അതിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ. നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഈ സിനിമ ചെയ്യുന്നതെന്നല്ല. നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ്.
ടോക്സ് എ ലോട്ട് അബൌട്ട് ഇമോഷൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം അതിൽ വി ഡിഡ്ന്റ് കോൺസെൻട്രേറ്റ് എ ലോട്ട് ഓൺ ഹൗ ഐ ലുക്ക്. ഫിസിക്കിന്റെ കാര്യത്തിൽ ആയിരുന്നില്ല കോൺസെൻട്രേഷൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇറ്റ് ലുക്സ് വെരി നോർമൽ. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ലേഡി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. അപ്പോൾ ആ റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പേ പ്രിപ്പയർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളില്ല. ഓക്കെ ആയിരുന്നു, എനിക്ക് കൺവിൻസ്ഡ് ആയിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഫോക്കസ് ചെയ്ത് ഓരോ ബ്ലോക്കൊക്കെ വെച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസോ സ്ട്രഗിളൊന്നുമല്ല. നമ്മൾ ഓരോ ആക്ഷൻ്റെ അടുത്തും ഓരോ ആക്ഷൻസും മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. അപ്പം ഇപ്പം എനിക്കൊരു സിറ്റുവേഷൻ വരുന്നു, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാം, ഞാൻ എൻ്റെ ബോഡി വെച്ചിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ. അത് കൺവിൻസ്ഡ് ആണ് ആ ക്യാരക്ടർ. ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാം. ഞാൻ ആദ്യത്തെ പ്രതിസന്ധി അത് ഏതൊരു ഡെബ്യൂ ഡയറക്ടർ എടുക്കും. മനസ്സിൽ പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ നിൽക്കുന്നു. അതിനുശേഷം ആ വിഷന് വേണ്ട ഫേസുകൾ നമ്മൾ നടക്കണം. അപ്പം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയ ആ പറഞ്ഞിട്ട് ആവശ്യം. അതുപോലെ തന്നെ പടം ഞാൻ വിചാരിച്ച പോലെ ആയി എന്നുള്ള തോന്നുന്നു. പിന്നെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ ക്രൂ എന്നുള്ളതിനപ്പുറം അവർ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുഖമായിട്ടുള്ള ഒരു കാര്യം. അപ്പം ഈ ടെക്നീഷ്യൻസ് ഒക്കെ എൻ്റെ വെറും ടെക്നീഷ്യൻസ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഇവരുടെ ക്യാമറമാൻ, എഡിറ്റർ, ഇപ്പം ചീഫ്, അതുപോലെ തന്നെ VFX സൂപ്പർവൈസർ, ഞങ്ങളൊക്കെ കുറച്ചധികം ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതിനു മുമ്പേ ഞങ്ങൾക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഭയങ്കര സുഖമുള്ള പ്രോസസ്സായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം രാജനെ എല്ലാ പറഞ്ഞൊക്കെയായാലും രാജസാറിനെ എല്ലാ പറഞ്ഞൊക്കെയായാലും നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് രണ്ടുപേർക്കും കിട്ടും. രാജസാർ ഒരിക്കലും ഞാൻ കുറച്ച് പണം ഡയറക്റ്റ് ചെയ്തതാണ്, നിങ്ങളൊന്ന് ഹൈജാക്ക് ചെയ്ത് കളയാം, അങ്ങനെയൊന്നുമില്ല. പുള്ളിയുടേതായ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ആവശ്യമില്ലെങ്കിൽ എടുക്കണ്ട. രാജസാറിന് അറിയാം ഇത് ഇയാളുടെ വിഷയത്തിൽ പോണ സിനിമയാണുള്ളത്. നമ്മൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാത്ത രണ്ട് ആർട്ടിസ്റ്റാണ്. മാത്രമല്ല അവിടെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് അവർ തന്നിട്ടുള്ളത്. അത് ഞാൻ ഹാപ്പി. ഫോർ എക്സാമ്പിൾ എനിക്ക് വേറെ പടത്തിന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഗരുഡഗമന ഋഷഭവാഹനം. ഗരുഡഗമന ഋഷഭവാഹനം ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ആ ഒരു ടൈഗർ ഡാൻസിൽ ഇത്ര വലിയ ഹൈപ്പ് കിട്ടും. ആ ഒരു പടത്തിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അതൊക്കെ എന്താ വേണം അത് ചെയ്തു. ഇപ്പൊ ഗരുഡഗമന ഋഷഭവാഹന പാർട്ട് 2 ചെയ്യുമ്പോൾ എനിക്ക് അറിയും ഇവൾ എന്താ ഇഷ്ടപ്പെട്ടു എന്റെ പടത്തിൽ. അപ്പൊ ടൈഗർ ഡാൻസ്, അപ്പോ ഓക്കെ ഐ മേക്ക് 50 ടൈഗേഴ്സ് ടു ഡാൻസ്. അപ്പോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അത് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അതേ സെയിം റിപ്പീറ്റ് ചെയ്തു, പക്ഷെ അതിന്റെ ഗ്രാൻഡിയർ ആഡ് ചെയ്തു. അങ്ങനത്തെ ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷെ മേക്കർക്ക് വി ആർ ലോസ്റ്റ് in the grandeur. Many a times the film loses not because of the hype, it's because of the grandeur also. For example, I did my first film in 23 lakhs. Second film had a little more budget. And if you give me 100 crores, building a set is a fun for me, right? Set കാണുമ്പോൾ എനിക്ക് എൻ്റെ തോട്ട്സിൽ പറയും വാവ് എന്താ ഇത് നല്ല പടം. So the moment I take a phantom camera and take slow motion shots, I keep on thinking that the film is coming out good, the film is coming out good. But when you pay 150 rupees and go inside the theater, you will watch the film simply. You are not bothered about the grandeur, you are not bothered about the slow motion shot. You will just see the film and think that okay, this film is working or this film is not working. Hype-ഉം പിന്നെ നമ്മുടെ ചില സമയത്ത് നമ്മുടെ സക്സസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ, I mean we try to imitate our own success. I think that becomes a biggest failure in a filmmaker's life, but that is something we need to take care of. അതിനൊരു മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. കുറെ ആളുകൾ ഇഷ്ടപ്പെട്ടു, കുറെ ആളുകൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ അത് അദ്ദേഹത്തിന് ഒരു 3
ആഴ്ചത്തെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട്. സോ രണ്ടുപേരും ഡയറക്ടേഴ്സാണ്. സോ ഒരു ഔട്ട് ഓഫ് ബോക്സ് കൺസെപ്റ്റ് ചെയ്യുക, അത് വർക്ക് ആവാണ്ടിരിക്കുക, അതിൽ നിന്ന് വരുന്ന അതിൻ്റെ ആഫ്റ്റർ മാത്ത്, ഹൗ യു സീ ദാറ്റ്? I think I would be very happy to discuss about my film, Never Padam Chedu Tobi. I think I had a lot of expectation which didn't happen in Karnataka. But Kerala, everybody saw the film and accepted it very easily because of whatever you said, because of the anticipation people had in Karnataka. Kerala, many film goers didn't know who I am. So when they watched Tobi plainly, it was a very simple film and they liked it. And in Karnataka that was not the case. Sometimes our previous work also will, we become ambitious many a times as filmmakers. We want to do better, we want to do great. So sometimes it happens, sometimes it doesn't happen. That's not a problem at all. Lijo is a very inspiring filmmaker who has done fantastic films which the world can watch till the end of time. I don't think one film will actually show his quality. And sometimes it happens, sometimes wrong campaigning might happen. Sometimes we might get over-indulgent, self-indulgent. That can all happen, but we take the lesson and like, okay, noted sir. We will try to do the best in the future coming days, that's all. ജിഷോ സാർ ചോദ്യമാണ്. ഞാൻ ടീച്ചർ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ ടീച്ചറിലും ആകപ്പാടെ 3 പേരെ കാണിച്ചിട്ടുള്ളൂ. രാജ് സാറ്, അപർണ, പിന്നെ ആ ഒരു പപ്പി. പോസ്റ്ററിലായാലും അധികം റിലീക്കൊന്നുമില്ല. സോ ഒത്തിരി ആൾക്കാരില്ലാതെ കുറച്ച് ക്യാരക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണോ രുദ്രൻ? രുദ്രം എന്ന സിനിമയ്ക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ടീച്ചറിലും വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒരു റീൽസ് പോലെ കണ്ടോണ്ട് പിടിക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷെ ഒരു ലിമിറ്റഡ് സ്പേസിൽ പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ സ്പേസിൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മുടെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു നരേറ്റീവ് പറയുമ്പോൾ അത് ട്രാവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ അകത്ത് ആക്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ നേച്ചർ ഉണ്ടാവും, നേച്ചറിന് പോലും ചിലപ്പം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു ജേർണി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അത് ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ വിസിബിൾ ആവും. ഇന്നൊരു 7 മണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്യാരക്ടേഴ്സിനും കുറച്ചും കൂടെ വലിയൊരു രീതിയിലോട്ടും അത് ട്രാവൽ ചെയ്യുന്ന സിനിമയാണ് മനസ്സിലാവും. ഐ മീൻ കണ്ടന്റ് വൈസും അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിങ്. പിന്നെ ഇതിനകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യം രാജ് സാർ അവർമ്മയല്ലാതെ ബാക്കി ചെയ്തിട്ടുള്ള ഒരു 99% ആൾക്കാർ പുതിയ ആൾക്കാരാണ്. അപ്പം ആ പുതിയ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നതിലൊരു വല്ലാത്തൊരു ജേണി ഉണ്ടായിരുന്നു. അപ്പം ആ ജേണി അത്ര ഈസി ആയിരുന്നില്ല. അപ്പം നമ്മൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഇത് പറയുന്ന ഒരു ബോർഡർ സ്പേസിലാണ്. മലയാളം, അതായത് കേരള, കർണാടക, തമിഴ്നാട് ബോർഡർ. ആ ബോർഡർ ഇന്നൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്റ്റാമ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കന്നഡയിൽ കണ്ടാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ കണ്ടാലും നിങ്ങൾക്ക് ആ എന്താ പറയുക ആ ഒരു സ്ഥലം ആ ഒരു ടറയിൽ കണക്റ്റ് ആവാം. അപ്പം അങ്ങനത്തെ സ്ഥലത്തേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അത് അപ്പം അവൻ്റെ കൂടെ 2 മാസത്തെ ഒരു ജേണി ഇതിൻ്റെ പുറത്തുള്ളത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ടീം ക്രിസായും ജോമാനായാലും ഈ പറയുന്ന പുതിയ ആൾക്കാരെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യം ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ചാണ്. അപ്പം സൗണ്ട് ചെയ്തിട്ടുള്ളത് ഗണേഷ് മാരാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒക്കെ ഒരു സുഹൃത്ത് തന്നെയാണ്. ഇപ്പം നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സിനിമ എന്ന് പറയുന്നത്. അപ്പം രാജസാറിനെ സംബന്ധിച്ചിടത്തോളം രാജസാറിൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പം ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഇത് സിംഗ് സൗണ്ട് ഡിമാൻഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലത്തെ ഒരു ഇമോഷൻസും ഇതിൽ ഒരു മൊമെന്റും നിങ്ങൾക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വീണ്ടും കൊണ്ടുവരാൻ പറ്റില്ല. അത് അപ്പോഴേ കിട്ടും. അപ്പം ആ ഒരു ജോബ് ഗണേശനെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സാർ ഈ ക്യാരക്ടർ രാജീവ് ഷെട്ടി ആയിരുന്നു സാറിന്റെ ഫസ്റ്റ് ചോയ്സ്? സാർ മനസ്സിൽ വന്ന ആൾ ഈ ധൈര്യപ്പോൾ അല്ല, ഇതിൻ്റെ ഒരു ജേണി തുടങ്ങുന്നത് ഞാനും എൻ്റെ കോറക്ടർ കിരണം കൂടിയിട്ട് ഞങ്ങൾ ഈ സബ്ജക്റ്റ് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം പറയുന്ന അപർണയുടെ അടുത്താണ്. ഞാൻ അപർണയുടെ അടുത്ത് തൃശ്ശൂർ പോയി ഞങ്ങൾ കഥ പറയുന്നു. അപ്പം കേട്ടപ്പോൾ ചേട്ടൻ നമുക്കത് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു ജേണി തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഓപ്പോസിറ്റ് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ ആര് ചെയ്യാമെന്നുള്ളൊരു ഡിസ്കഷൻ നമ്മൾ എല്ലാ ക്രൂടെ അടുത്തും നമ്മളുണ്ടായി. ക്രൂ മെമ്പേഴ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആരെ കൊണ്ടുവരാം. അപ്പം നമ്മൾ മലയാളത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു. പലർക്കും ചിലപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു വിഷയം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അവർക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗംഭീരമായ ഒരു പെർഫോമർ വേണം. നമുക്കതൊരു സ്റ്റാർ അല്ല വേണ്ടത്. അപ്പോൾ അപർണയും എന്ന് പറയുന്നത് നമ്മളൊരു അപർണ അറിയാം, നമുക്കൊരു പെർഫോമറാണ്. എല്ലാ സ്റ്റാർസും അവർ ഈ ഡിസർവ് സ്റ്റാർസ് എന്ന് പറയുന്നത് ഒരു പട്ടം ഡിസർവ് ചെയ്യുന്നതിന് കാരണം ഒരു പെർഫോമൻസിനും
പെർഫോമറാണ്. അപ്പോൾ നമ്മൾ അപകടം ചലഞ്ച് ചെയ്യുന്ന ഒരാൾ തന്നെയായിരിക്കണം പെർഫോമൻസ് വൈസ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷനിൽ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പം ആ ഫ്രണ്ട് വഴി മിഥുൻ പോകുന്ന മ്യൂസിക് ഡയറക്ടർ നമ്മൾ മുമ്പ് കമ്മിറ്റ് ചെയ്തിരുന്നത് മിഥുനായിരുന്നു. അപ്പോൾ മിഥുൻ വഴി എനിക്കൊരു കോൺടാക്ട് കിട്ടി. അങ്ങനെ മിഥുനായിട്ട് ഞാൻ സംസാരിച്ചു. മിഥുനാണ് എനിക്ക് രാജ് സാറിനെ കണക്ട് ചെയ്തിരുന്നത്. അങ്ങനെ രാജ് സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞെങ്കിൽ കഥ പറയണം. അപ്പം പുള്ളിക്ക് അപ്പോയിൻമെൻറ്റ് മിഥുൻ ത്രൂ എടുത്ത് തന്നു. അങ്ങനെ ഞാൻ പോയി കഥ പറഞ്ഞു എന്നെ സർപ്രൈസ് ആക്കിക്കൊണ്ട് രാജ് സാർ യെസ് എന്ന് പറയാൻ ആ മൊമെൻറ്റ് ഇപ്പോഴും വളരെ മെമ്മറബിളാണ്. താങ്ക് യു. Definitely excited. എനിക്ക് വലിയ സ്റ്റാറുകളുടെ പടങ്ങൾ ആക്ച്വലി ഐ റിയലി ലവ് ടു വാച്ച് ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. That experience I got when I watched Turbo. I went to Ragam Theatre. Early morning I wake up here and I went there and sat there and I loved to see that. I wish, like, you know, when Ambulan releases, I can see in some big theatre in Kerala the first show. If that happens, I'll be very glad. Null experience. എല്ലാ ഇന്റർവ്യൂവിലും നമുക്ക് ഭയങ്കര എല്ലാ ഇന്റർവ്യൂ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളും വളരെ ജോവിയലായിട്ടല്ല പറഞ്ഞത്. ഈ ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ആകുമ്പോഴേ ആ ആക്ടേഴ്സ് നമ്മൾ ഇതുവരെ കാണാത്ത പ്രസന്റ് ചെയ്തു. മകൻ കമൽഹാസൻ എഴുതിയത് കൊണ്ട് ആ ക്യാരക്ടറിന് നമ്മൾ ഇതുവരെ കാണാത്ത ശിവാജി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ലൂസിഫറിൽ ലാലേട്ടനെ ഡയറക്ട് ചെയ്തത് പൃഥ്വിരാജ് ആയതുകൊണ്ട് ആക്ടർ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ല, ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാതെ ലെയർ ചെയ്യാൻ പറ്റും. സോ എപ്പോഴെങ്കിലും മമ്മൂക്കേനെ അങ്ങനെ പ്രസന്റ് ചെയ്യാം റോ ആയിട്ട് അങ്ങനെ ഇമാജിനെങ്കിലും ചെയ്തിട്ടുണ്ട്? എനിക്ക് നല്ല പേടിയാണ്. Actually, when I get involved with stars, I have that because I come from a non-cinema background. Even like, you know, I don't know how to convince the story. I'm a writer and director, so I do films in my own, like, you know, adjustments that I can do. I don't know whether I'll be able to do with a star. If someday, if I'm able, if I know, okay. If I know, I might try to. Till now, that thought also doesn't come with. I know that. പക്ഷെ എനിക്ക് പേടിയാ. എനിക്കറിയില്ല ലിജോ how well equipped he is with the stars and everything. I don't know. Like, I don't even. I see human beings. Like, you know, everybody is equal, that kind of a person. Like, you know, if he is a new actor or star actor, I don't know how to differentiate also. Because I come from a non-cinema background. So the moment I bring any actor who has, you know, great body of work, I don't know maybe how to be, I don't know, maybe I don't know. So if I learn that somehow, if I have that skill someday, I might try to. Till then, like, you know, that thought doesn't come to my head. പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ തേനീച്ചന്റെ ഒരു ഇത് കണ്ടു. അപ്പം ഇതിൽ തേനീച്ച ഒരു പ്രധാന കഥാപാത്രമാണ്. മെയിൻ ക്യാരക്ടർ അല്ല, ബട്ട് അതിനകത്തൊരു ആംബിയൻസ് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ സറൗണ്ടിങ്സിൽ ഈ പറയുന്ന അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ക്യാരക്ടറായിട്ടല്ല ഞാൻ പറഞ്ഞു, ബട്ട് പ്രധാന കഥാപാത്രം ഇവരാണെന്ന് എനിക്ക് മനസ്സിലായി. തേനീച്ചക്ക് ഇതിലൊരു ഇതുണ്ടോ ശരിക്കും? അത് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ഈ കഥ നടക്കുന്ന സ്ഥലം, അതിന്റെ ടെറൈൻ, നേച്ചർ, അവിടെ ഇതെല്ലാം ഓൾ ആർ ഇന്റർ കണക്റ്റഡ്. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഡയറക്ടർ സാറിനോടാണ് ഇവിടെ നമ്മുടെ സംസ്കൃതത്തിൽ ഇത് രുദ്ര എന്ന് പറഞ്ഞാൽ ബ്ലാക്കിഷ് ബ്ലൂ ബ്ലഡിനെ കുറിച്ചാണ് പറയുന്നത് സംസ്കൃതം. അപ്പൊ ഈ ഒരു കഥ എഴുതുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടാണോ? കാരണം ഇത് ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ഒരു ജേർണി ഇങ്ങനെ അതിനു വേണ്ടി അല്ല നിങ്ങൾ എഴുതിയെന്ന് വെച്ചു, സ്റ്റണ്ടിന് വേണ്ടി അല്ല കഥ എഴുതിയപ്പോ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഈ ഒരു സംസ്കൃതം രുദ്ര എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിക്കും ഒരു കഥയിലോട്ട് ആ ഒരു ടൈറ്റിൽ വേണം, രുദ്രം എന്ന് പറയുന്ന നീ വേണം എപ്പോഴാണ് ചിന്തിച്ചത്? ഇതിന്റെ നമ്മളൊരു സബ്ജക്ട് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇതിന്റെ ഒരു ക്യാപ്ഷനായിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം ദി ആക്ട്സ് ഫോർ ദിസ് ബട്ട് ക്രിയേറ്റ്. അപ്പം ഞാൻ ആദ്യം ഇതിനു മുമ്പ് നമ്മളൊരു സിനിമ ഡൽഹി ഫിലിം മേക്കേഴ്സും ആദ്യം ആലോചിക്കുന്ന സിനിമ തന്നെ സംഭവിക്കണമെന്നില്ല. അപ്പം നമ്മളിതിന് മുമ്പ് ഈ ക്യാപ്ഷൻ എന്നെ ഭയങ്കരമായിട്ട് ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ മുമ്പ് ഒരു സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചായിരുന്നു. അപ്പം ഇതൊരു ആഫ്രിക്കൻ പ്രോവർബാണ്.
അപ്പം ഇതിൻ്റെ ഒരു പ്രൈമറി തോട്ട് ഉണ്ടായ സമയത്ത് തന്നെ നമ്മളിതിൻ്റെ കഥ ലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ക്യാപ്ഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ക്യാപ്ഷനിലൂടെയാണ് നമ്മൾ പിന്നെ ട്രാവൽ ചെയ്തിരുന്നത്. അപ്പം ഈ രണ്ടുപേരിലും ആരാണ് ആക്ച്വലി ആരാണ് ട്രെയിനർ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇവരിൽ ആരുമാണ് അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനപ്പുറം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, റേസിസം ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാ രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കാണും. പക്ഷെ നമ്മളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, അത് എങ്ങനെയും മെയിൻറ്റെയിൻ കളർ ബെർട്ടാണെന്നുള്ളത്. ആ പൊളിറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. എനിക്കറിയില്ല സിനിമ വരുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. എനിക്കറിയില്ല അത് സിനിമ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് പോലും അറിയില്ല. ഈ പറഞ്ഞ പോലെ ആക്ഷൻ എനിക്ക് ചെയ്യാൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയും ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഫുൾ ഫ്ലെക്സ് സിനിമ കിട്ടുവാണെങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ പെർട്ടിക്കുലർ സിനിമയെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ഡിസ്കഷൻ ആദ്യം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ല അങ്ങനെ സിനിമ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്ന് കഴിഞ്ഞാൽ അറിയില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു ആരും ഒരുപാട് പേർക്ക് ഈ ചെയ്ത് നോക്കാതെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരുപാട് പേരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോ ദർശനാണെങ്കിലും എല്ലാവരും ഇപ്പൊ ചെയ്യും. ഇപ്പൊ റൈഫിൾ ക്ലബ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടാവുന്ന. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പൊ നല്ലോണം വരുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് എന്താ പറയുക ഇത് ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോസസ്സായിരുന്നു. ഈ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആണെങ്കിലും ഇത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഇനി വരുന്നുമുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരുപാട് പേര് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും സ്റ്റണ്ട് സീക്വൻസുകൾ ചെയ്യുന്നത്. രാജസാറിനോടാണ് ചോദ്യം. അപ്പം സാർ കന്നഡയിലാണല്ലോ സ്റ്റാർട്ടിങ് ചെയ്തത്. അപ്പം മലയാളത്തിലേക്ക് വരുമ്പോൾ ആദ്യം വില്ലൻ വേഷമായി വന്നു. അപ്പം ഓരോ സാറും സാറിനൊരു ഹീറോ വേഷം മലയാളം ഇൻഡസ്ട്രി വരുമ്പോൾ how do you feel about that story കേട്ട സമയത്ത്? ഫസ്റ്റ് ആക്ച്വലി ഞാൻ സ്റ്റോറി കേട്ടത് ഇതേ. സോ I was the protagonist. The story revolves around these two characters. So പിന്നെ എനിക്ക് ആക്ച്വലി വില്ലൻ വേഷം വന്നു. വില്ലൻ വേഷം വരുമ്പോൾ I didn't feel anything when this would come. Only thing was, I'm acting in Malayalam. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റോൾ വന്നിട്ടില്ല. വില്ലൻ വേഷം വരുമ്പോൾ ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റും. അതുവരെ ഞാൻ അത്ര വലിയ കമേഴ്ഷ്യൽ സെറ്റപ്പിൽ വില്ലൻ ചെയ്തിട്ടില്ല. ഒരു മെയിൻ സ്ട്രീം സിനിമ വില്ലൻ ചെയ്തിട്ടില്ല. അതിക്ക് ഒരു വേറെ സ്കിൻ സെറ്റ്സ് ഉണ്ട്. അത് എൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ട്രൈ ചെയ്യാൻ പറ്റും. സോ പൊട്ടിയാൽ ആക്ച്വലി ഡയറക്ടർ ആക്ച്വലി കറക്ഷൻ ചെയ്യും. എനിക്ക് if I didn't work as an actor, then I realized that okay, I don't, but I prepared myself as much as possible. And fortunately, director had so much trust when I did that negative role. I prepared a lot there. Here, I think I focused a lot on language because this was my first film, so I had to learn the language. When I did Turbo, my Malayalam was a little better actually. But yeah, whenever a role comes, it's about every role actually for that matter. Where I really think I am not a good actor, so I need to prepare a lot or I need to think a lot, because I will think that okay, I'm not a good actor. Everybody thinks I'm a good actor, so this time also I need to hold it. That's how I think actually every time I approach a character. I'll try my best because otherwise you might realize I'm a bad actor. That's what will be running in my head. That's all. ഇനി ഒരു രണ്ട് ചോദ്യത്തോടെ നമുക്ക് പ്രശ്നത്തെ അവസാനിപ്പിക്കാം. രണ്ട് ചോദ്യങ്ങൾ കൂടെ. So what are the things you will learn from him, or is anything, any advice he gave you for your Malayalam? Yeah, I think it was my luck. എൻ്റെ ഭാഗ്യമാണ് അവരുടെ അടുത്ത് ആക്ടിങ് ചെയ്തത്. I have acted how he prepares for every character. അവരുടെ
ചില ക്യാരക്ടേഴ്സുകൾ എടുത്തിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്തു, എങ്ങനെ പ്രിപ്പയർ ചെയ്തു. അവരുടെ പ്രിപ്പറേഷൻ, അവരുടെ ഒരു അപ്രോച്ച് ഉണ്ട്, രണ്ട് അപ്രോച്ച് ഉണ്ട്. ഒരു ഫിസിക്കൽ അപ്രോച്ച്, then they approach the emotion, or emotional approach which is a natural approach, then they go to the physicality of it. I think Mammootty sir is very thinking actor. He has a lot of thoughts when he approaches a character. So I think when he told so many things, I was very happy. I don't know whether I'm capable enough to implement that in my films, but let me try. Thank you. All we imagine as like another cancer ഉൾപ്പെടെ ശ്രദ്ധിച്ച സിനിമയാണ് മലയാളത്തിൽ ഇന്ത്യയുടെ നാഷണൽ സിനിമയാണ്. പക്ഷേ ആ സിനിമയുടെ OTT റിലീസിന് ശേഷം അതിലൊരു സ്പെസിഫിക് ന്യൂഡ് സീൻ എടുത്തുകൊണ്ട് ദിവ്യപ്രഭയുടെ ആ സീൻ കണ്ടോ, ലീക്കായോ, ലിങ്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചർച്ചകൾ മൊത്തം പോയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ മീഡിയത്തിന് ആർട്ടിന് അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകളാണ്. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി, കഥാപാത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരു ബോഡി പാർട്ട് വന്നത്, അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ്, അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്ജ് പുഷ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ റിലക്റ്റ് ആക്കുന്നുണ്ടോ, നിങ്ങളെ തടയുന്നുണ്ടോ, നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം പിന്നീട് ഇങ്ങനത്തെ സംഭവങ്ങൾ? ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ്, ആ ആർട്ടിനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ്, അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിനെ, ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, when I look back, എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ഒരു ഫിലിമാണ്, അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ, വൈ ആർ യു ആൻ ആക്ടർ. ഐ ഫേസ്ഡ് ഇറ്റ്, ലൈക്ക് കുറെ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറെ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക, അയ്യോ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത്? അപ്പൊ അമ്മ ചോദിച്ചു, നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട്? ഇല്ലല്ലോ, എന്റെ മോള് ജോലി ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ അവളുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ജോലിയാണിത്. അപ്പൊ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട്. അപ്പം എനിക്ക് ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല, വൈ ആം ഐ ആൻ ആക്ടർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ ആം വൺ. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. അതില് ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ. അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അത് ഈ ഒരു കാര്യം, അത് നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സാണെങ്കിൽ പോലും, ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയില് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മള് അതില് നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ മീഡിയ ഇന്ററാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്ര തന്നെ സന്തോഷം വരും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു പോയിന്റിലെത്തും, ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും. അപ്പൊ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. വി കെ നോട്ട് shut everyone's mouth, or like I always say, internet is a different world altogether. നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന് പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു. അപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും ആയിട്ട് എടുക്കുന്നത്. ഐ എം വെരി പ്രൗഡ്. ക്യാൻസൽ പോയപ്പോഴും ഇവർക്ക് കിട്ടിയൊരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ്. ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ വാസ് വെരി പ്രൗഡ് when സൂക്ഷ്മദർശിനി and ഹലോ മമ്മി റിലീസ് ടുഗെദർ. ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഐ തിങ്ക് എന്താ പറയാ, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കിട്ടാണ്ട് വരുമ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ ചെയ്യാന്നുള്ളതാണ്.
ഇപ്പം കിഷ്കിന്ധ കണ്ട് ഇറങ്ങിയതിനു ശേഷം നല്ല രീതിയിലുള്ള ഒരു റിസപ്ഷനാണ് ആ മൂവിക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സിനെ ടച്ച് ചെയ്യുന്നത്. അപ്പൊ അപർണയ്ക്ക് അതിനുശേഷമുള്ള ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ യുദ്ധം നമുക്ക് അത്തരത്തിലുള്ള ഒരു മനസ്സിനെ ഡക്കേഡ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പടം പ്രതീക്ഷിക്കാമോ? കിഷ്കിന്ധ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫിലിമാണ് അത് ആലോചിക്കും. ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. രുദ്രം ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെന്റ്. അപ്പം ആസ് എൻ ആക്ടർ ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ഓൾ ദീസ് ഫിലിംസ്. കിഷ്കിന്ധാകാണ്ടാണെങ്കിലും രുദ്രമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെ ഭാഗമാകുന്നത്. So whenever I go to a set and if I'm not 100%, I don't think I'll walk out of that shot. I don't think I'll be able to excuse myself. So if you were to shoot it, and 100% whatever I have, I need to give my 100%. Otherwise, I'm not doing enough justice to the price the audience pays for his ticket. It might look wrong, look bad, but after I watched, I should have done better. I don't think I need to. After 5 years, I might think I could have done better, but 5 years the experience and the idea was. But at moment, so I know only that much. Whatever I have, I give the 100%. As I said, I don't think I'm a good actor. I think I'm a bad actor, so I need to do the very best so that people don't realize. So I try to do the very best, that's all. താങ്ക് യു എവ്രിവൺ. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഡിസംബർ 13-നാണ് രുദ്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒപ്പം ഇന്ന് വൈകുന്നേരം കൊച്ചി ലുലു മോളില് വൈകിട്ട് 6:30 നമ്മുടെ ടീമിന്റെ ഒരു സ്പെഷ്യൽ പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു. ഒപ്പം മറ്റൊരു ദിവസത്തിൽ ഇതിന്റെ പ്രിവ്യൂവിനും നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. ആ ദിവസവും ഞങ്ങൾ അറിയിക്കാം. അതിനുശേഷവും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്ന് അറിയാം. പിന്നെ മറ്റൊരു അവസരത്തിൽ നമ്മുടെ താരങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ എല്ലാവർക്കും വളരെ